ഈ ബൈബിൾ സ്റ്റഡിയുടെ 5-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഉടനെ സാത്താൻ പറയുന്നു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. എന്തുകൊണ്ടാണ് സാത്താൻ ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കേണ്ട ആവശ്യം വന്നത്? ഒരിടത്തിരുന്നാൽ പോരായിരുന്നു, പറ്റില്ല. കാരണം ഒരു സ്ഥലത്തിരുന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ സാത്താന് കാണുവാൻ കഴിയുകയുള്ളൂ. തിരുവല്ല പട്ടണത്തിന്റെ നടുക്ക് അവൻ ഇരിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവന് കാണുവാൻ കഴിയും. പക്ഷെ കോഴഞ്ചേരി നടക്കുന്നത് കാണാൻ പറ്റില്ല. കോട്ടയത്ത് എന്ത് നടക്കുന്നു എന്ന് കാണുവാൻ പറ്റില്ല. കോട്ടയത്ത് എന്ത് നടക്കുന്നു എന്ന് കാണണമെങ്കിൽ അവൻ കോട്ടയം വരെ പോയേ മതിയാകൂ. കോഴഞ്ചേരിയിൽ എന്ത് നടക്കുന്നു എന്നറിയണമെങ്കിൽ കോഴഞ്ചേരി വരെ പോയേ മതിയാകൂ. അങ്ങനെ സാത്താന് ഒരു സ്ഥലത്തിരുന്ന് മറ്റു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാൻ കഴിയുന്നതല്ല. പക്ഷേ ഈ ലോകമെമ്പാടും അവൻ നിയന്ത്രിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അവനൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തെ ഭരണാധികാരികളും ജോലിക്കാരും ഒക്കെയുണ്ട്. സാത്താൻ ആ രാജ്യത്തിന്റെ രാജാവാണ്. അവന്റെ കീഴിൽ മന്ത്രിമാരുണ്ട്, വകുപ്പുകൾ തിരിച്ച് മന്ത്രിമാരുണ്ട്, അവരുടെ കീഴിൽ വീണ്ടും ജോലിക്കാരുണ്ട്. അങ്ങനെ വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ് എന്ന് പറയുന്നത്. സാത്താന്റെ രാജ്യത്ത് ഇപ്രകാരം വാഴ്ചകളും അധികാരങ്ങളും ഒക്കെയുണ്ട്. ഭൂതങ്ങളെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വെള്ളമില്ലാത്ത സ്ഥലത്തു കൂടി തണുപ്പന്വേഷിച്ച് നടക്കും, കണ്ടു കിട്ടുകയില്ല താനും. അതുകൊണ്ട് അവൻ മടങ്ങി വന്ന് തന്റെ പഴയ വീടൊക്കെ നോക്കും, അതെ അടിച്ചു വാരി അലങ്കരിച്ചൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കാണും. അപ്പോൾ അവൻ മടങ്ങിച്ചെന്ന് തന്നേക്കാൾ ദുഷ്ടത ഏറിയ 7 ഭൂതങ്ങളെ കൂടെ കുളിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് കയറി താമസിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, തന്നേക്കാൾ ദുഷ്ടത ഏറിയത് എന്ന് കർത്താവ് എടുത്തു പറയുന്നു. അപ്പോൾ ഭൂതങ്ങളുടെ കൂട്ടത്തില് ദുഷ്ടത കൂടിയതും ദുഷ്ടത കുറഞ്ഞതും ഒക്കെ ഉണ്ട് എന്നല്ലേ കർത്താവ് പറയുന്നതിന്റെ അർത്ഥം? അല്ലെങ്കിൽ തന്നേക്കാൾ ദുഷ്ടത ഏറിയ 7 ഭൂതങ്ങൾ എന്ന് പറയുന്നതിന് അർത്ഥമില്ലാതെ വരും. സാത്താന്റെ രാജ്യത്ത് ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ ലോകത്ത് കഴിവുള്ളവരും കഴിവില്ലാത്തവരും ഉള്ളതുപോലെ, തന്ത്രശാലികളും തന്ത്രങ്ങൾ അറിയാത്തവരും ഉള്ളതുപോലെ, സാത്താന്റെ രാജ്യത്തും പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. ദൈവദൂതന്മാർ തന്ത്രം അറിയാവുന്നവരും തന്ത്രം അറിയാത്തവരുമുണ്ട്. അതുകൊണ്ട് സാത്താന് പലപ്പോഴും തന്ത്രം മേയേണ്ട ആവശ്യം വരുമ്പോൾ തന്ത്രശാലികളായ ആൾക്കാരോട് അവൻ ആലോചന ചോദിക്കാറുണ്ട്. ചുരുക്കത്തിൽ ഒരു പട്ടണത്തിലെ മൂപ്പന്മാരൊക്കെ കൂടിയിരുന്ന് യുദ്ധതന്ത്രം മെനയുന്നത് പോലെ സാത്താന്റെ രാജ്യത്ത് ഈ സാത്താൻ അവന്റെ ആൾക്കാരെയെല്ലാം വിളിച്ചു കൂട്ടിയിരുന്ന് യുദ്ധതന്ത്രങ്ങൾ മെനയുക പതിവാണ്. അതുകൊണ്ടാണ് മൂപ്പന്മാരൊരു പട്ടണവാതിക്കൽ ഇരുന്ന് തന്ത്രം മെനയുന്നത് പോലെ സാത്താൻ മെനയുന്ന തന്ത്രങ്ങളെ ദ ഗേറ്റ്സ് ഓഫ് ഹേഡീസ് എന്ന് കർത്താവ് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നു. പാതാളത്തിന്റെ ഗോപുരം, പാതാളത്തിന്റെ വാതിൽ, പാതാളത്തിന്റെ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ അർത്ഥത്തിലാണ്. പട്ടണത്തിന്റെ വാതിക്കലുള്ള ആ ഗേറ്റിങ്കൽ ആ മൂപ്പന്മാരൊക്കെ ഇരുന്ന് ആലോചിക്കുന്നത് പോലെ സാത്താന്റെ ആലോചന സഭ, അതാണ് പാതാള ഗോപുരം എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചത്. പാതാള ഗോപുരങ്ങൾ ദൈവത്തിന്റെ സഭയെ ജയിക്കയില്ല. ക്രിസ്തുവാകുന്ന പാറമേൽ വിശ്വാസികളാകുന്ന കല്ലുകൾ ഉപയോഗിച്ച് പണിതുകൊണ്ടിരിക്കുന്ന ദൈവസഭയാകുന്ന മന്ദിരം, ആ മന്ദിരത്തിനെതിരെ, ആ മന്ദിരത്തെ തകർക്കുവാൻ വേണ്ടി സാത്താൻ പല വിധത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ തന്ത്രങ്ങൾ ഉപയോഗിച്ചൊന്നും ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ സാധ്യമല്ല. ചില വ്യക്തികളെ തകർക്കുവാൻ സാത്താന് കഴിഞ്ഞേക്കാം, ചില പ്രാദേശിക കൂട്ടങ്ങളെ തകർക്കുവാൻ സാത്താന് കഴിഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിന്റെ സഭയെ പൂർണ്ണമായി തകർക്കുവാൻ സാത്താന് കഴിയുന്നതല്ല എന്ന് കഴിഞ്ഞ 20 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. സംശയമുള്ളവർ ദൈവസഭയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുക. പെന്തക്കോസ്ത് നാളിലാണ് ദൈവസഭ നിലവിൽ വന്നത്, ദൈവസഭയുടെ പണി ആരംഭിച്ചത് എന്ന് നമുക്കറിയാമല്ലോ. പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000-ഓളം ആൾക്കാർ ദൈവസഭയിലെ അംഗങ്ങളായി. പിന്നീട് അത് 5000-ആയി, 10,000-ആയി അങ്ങനെ വ്യാപിക്കുകയാണ്. കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റങ്ങളോളവും എന്റെ സാക്ഷികളാകുമെന്നു. ഏതാനും വർഷം കൊണ്ട് യെരുശലേമിലും യഹൂദിയയിലും അവർ ദൈവവചനം പറഞ്ഞു. ഇത് കണ്ടപ്പോൾ സാത്താൻ അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സാത്താൻ ഈ ദൈവത്തിന്റെ സഭയെ തകർക്കുവാൻ വേണ്ടി ആലോചന കൂടി. സാത്താന്റെ നേതൃത്വത്തിൽ സാത്താന്റെ ദൂതന്മാരൊക്കെയും വട്ടം കൂടി. അവരെല്ലാം കൂടി ആലോചിച്ചു, എങ്ങനെയാണ് ഈ ദൈവസഭയെ തകർക്കേണ്ടത്. ഏതെല്ലാം വിധത്തിലുള്ള ആലോചനകളാണ് അവിടെ വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും സാത്താൻ എന്താണ് ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് ഈ ആലോചന സഭയിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ
ചില സജഷൻസ് വെച്ചായിരിക്കാം ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തത്. ആദ്യമായി ദൈവസഭയെ തകർക്കാൻ വേണ്ടി സാത്താൻ ചെയ്തത് അവരെ ഭീഷണിപ്പെടുത്തുക, അടിക്കുക, കൊല്ലുക തുടങ്ങിയ കാര്യങ്ങളാണ്. സുന്ദരം എന്ന ദേവാലയ ഗോപുരവാതിക്കലിരുന്നതായ ആ മുടന്തൻ സൗഖ്യമായപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. സെനഹദ്രീ സംഘം കൂടി അപ്പോസ്തലന്മാരെ വിളിച്ചു ഭീഷണിപ്പെടുത്തി, മേലാൽ ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്നൊക്കെ പറഞ്ഞു വിട്ടു. പക്ഷെ ആ കാലത്തെ ജനങ്ങളുടെ പിന്തുണ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ പരസ്യമായി ഒന്നും ചെയ്യുവാൻ അവർക്ക് ധൈര്യമുണ്ടായില്ല. പക്ഷെ ക്രമേണ ഇവർ തന്ത്രം പ്രയോഗിച്ചു. ജനങ്ങളെ ഇവർക്കെതിരാക്കി, ജനങ്ങൾ ഇവരെ വെറുക്കുന്ന രൂപത്തിലാക്കി തീർത്തു. അതിനുശേഷം അവർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ ആരംഭിച്ചു. എന്തുകൊണ്ടാണ് സാത്താൻ ഈ പീഡനത്തിന്റെ മുറ ആദ്യം പ്രയോഗിച്ചത്? സാത്താൻ അറിയാം, പത്രോസിനെ പോലുള്ളവർ ധൈര്യശാലികളല്ല, നീയും അവന്റെ കൂട്ടത്തിലുള്ളവൻ തന്നെ എന്നൊരു പെണ്ണ് പറഞ്ഞപ്പോൾ അത് കേട്ട് അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞവനാണ് പത്രോസ്. യോഹന്നാനും മറ്റ് അപ്പോസ്തലന്മാരും കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ ഭയന്ന് ഓടിയവരാണ്. അതുകൊണ്ട് തീർച്ചയായും ഇവരെ ഭയപ്പെടുത്തി ഒതുക്കുവാൻ കഴിയും എന്ന് സാത്താന് ഊഹിക്കുകയുണ്ടായി. അങ്ങനെ ഭീഷണിയുമായി പത്രോസിന്റെയും യോഹന്നാന്റെയും ഒക്കെ അടുക്കൽ വന്നു. പക്ഷേ സാത്താൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഇതിനിടയിൽ ഇവർ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചിരുന്നു. പെന്തക്കോസ്ത് നാളിൽ ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷം അതിനു മുമ്പ് ഭീരുക്കളായിരുന്ന ഈ ദൈവദാസന്മാർ ധൈര്യത്തോടെ ദൈവവചനം പറയുവാൻ തുടങ്ങി. ഒരു പെണ്ണിന്റെ മുമ്പിൽ ഭയന്നുപോയ പത്രോസ് പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചവനായി യേശു എന്ന്. അത്രമാത്രം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം പത്രോസിനുണ്ടായി. സാത്താൻ കണക്ക് കൂട്ടിയത് അതല്ലായിരുന്നു. പത്രോസും കൂടെയുള്ള മറ്റ് ശിഷ്യന്മാരും ഒക്കെയും രണ്ടടി കിട്ടുമ്പോൾ പേടിച്ചു പോകുമെന്നായിരുന്നു. അടി കൊണ്ടും ഭീഷണി കൊണ്ടും ഒന്നും ഒതുങ്ങാതെ വന്നപ്പോൾ കൊലപാതകത്തിന്റെ മാർഗം അവർ സ്വീകരിച്ചു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ഒരളവോളമെങ്കിലും സാത്താൻ അവിടെ ജയിച്ചെന്ന് നമുക്ക് തോന്നാം. കാരണം സഭയിൽ ഭയങ്കരമായ ഒരു ഇടർച്ചയുണ്ടായി. സഭ ഭിന്നിച്ചു. അനേകർ പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി. അപ്പോസ്തലന്മാരും അതുപോലെ കുറെ വിശ്വാസികളും മാത്രമേ യെരുശലേമിൽ ശേഷിച്ചുള്ളൂ. ഈ ബൈബിൾ സ്റ്റഡിയുടെ 5ാം ഭാഗം ഇവിടെ അവസാനിക്കും.